ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ എരിശ്ശേരി, ക്യാബേജ് തോരനും ബീൻസ് തോരനും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പാകത്തിന് വെള്ളവും ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ച് തുടങ്ങാം. അപ്പോൾ അങ്ങനെ മത്തൻ എരിശ്ശേരിക്ക് ഇവിടെ കഷ്ണം വെന്ത് തുടങ്ങട്ടെ. ഇനി നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാം. അതിനിതാ ചീഞ്ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ചു, എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചു. എന്നിട്ടിപ്പോൾ ഒരു സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അവിടെ സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കഷ്ണങ്ങൾ. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് വഴന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. പരിപ്പ് അപ്പോഴത്തേനും പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മത്തങ്ങ വേഗം വേകുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേവിച്ച പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തുവരപ്പരിപ്പാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചിലപ്പോൾ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചപ്പോൾ പരിപ്പും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കഷ്ണം വെന്തുകൊണ്ടിരിക്കട്ടെ. ബീൻസ് കട്ട് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് നമ്മുടെ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീൻസ് തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ പണിയും വേഗം സൈഡ് ബൈ സൈഡ് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീൻസ് തോരന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അധികം വെള്ളം ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മത്തൻ എരിശ്ശേരിക്ക് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ അരപ്പാണ് നമ്മളിനി കൂട്ടാനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഫുൾ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഒരു 4 to 5 മിനിറ്റ്സ് നമ്മുടെ അരപ്പിൻ്റെ കൂടെ മത്തൻ വേവട്ടെ. ഇതിപ്പോൾ ബീൻസ് തോരന് നാളികേരം എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, 1 പീസ് വെളുത്തുള്ളി, കുറച്ച് ജീരകവും കരിവേപ്പിലയും ചേർത്ത് കോസ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ബീൻസ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ സീസണിങ്ങും ചെയ്തു. ചീഞ്ചട്ടിയിൽ ഇപ്പോൾ സീസണിങ് ചെയ്ത് അതേ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ഇനി ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ടും പോകുന്നത്. ഇപ്പോൾ ബീൻസ് റെഡിയായി. ഇപ്പോൾ അരച്ച അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്നും കൂടെ അടുപ്പത്തിരിക്കട്ടെ. അങ്ങനെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ക്യാബേജ് തോരന് കടുക് പൊട്ടിച്ചു, ചുവന്നമുളക് ഇട്ടു, ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചനാ ദാൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്തത്, ഒരു 2 പച്ചമുളക്, എവിടെയും പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്മുടെ തോരനും പച്ചമുളകാണ് എരിവ്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന ശേഷം ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇന്ന് ചേർക്കുന്നില്ല. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാബേജിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 to 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാകും. എളുപ്പമാകുകയും ചെയ്യും. അപ്പോൾ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം ചിരണ്ടിയത് അങ്ങനെ ആഡ് ചെയ്യുകയാണ്, അരയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരനും ഉച്ചയൂണിന് റെഡിയായി. അപ്പോൾ നമ്മുടെ 3 ഡിഷസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മെയിൻ ഡിഷസൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2 മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പടവും കൂടെ അങ്ങോട്ട് കാച്ചാമെന്ന്. പപ്പടം കാച്ചാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് പപ്പടവും മത്തൻ എരിശ്ശേരിയും ബീൻസ് തോരനും ക്യാബേജ് തോരനും ഒക്കെയാണ് ഉച്ച ഊണിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ച ഊണിന് ഉണ്ടാക്കിയ വെജിറ്റബിൾ കറികൾ.
പിന്നെ ഇതിൻ്റെ കൂടെ പിക്കിളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിക്കിളും കൂട്ടിയിട്ട് ഈ കറികളും കൂട്ടിയിട്ടാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.